ഈ സഹോദരന് ചില സംശയങ്ങളുണ്ട്, നമുക്കതങ്ങ് തീർത്തു കൊടുത്തേക്കാം. ആദ്യം നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപ കൊടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്ത്യാനിക്കിട്ട് രൂപ കൊടുക്കും. കർത്താവേ, ആ വൈദ്യൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല. ഇനി നമുക്ക് മുസ്ലിംസിനെ കൂടി രൂപ കൊടുക്കാം. അപ്പൊ ത്രികോണവുക്കായില്ലേ? കർത്താവേ, ആ വൈദ്യൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല. സോ ബാക്ക് ടു മൈ ചാനൽ ഗൈസ്, പാർട്ട് 18 മതസൗഹാർദ്ദ ത്രികോണ വകുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുമ്പത്തെ സീരീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിഞ്ഞൊന്നും പോയിട്ടില്ല. സോ എപ്പോഴും പറയാറുള്ള പോലെ 18 വയസ്സ് താഴെ വീഡിയോ കാണാതിരിക്കുക, ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. കഴപ്പ് തന്നെ. ഓ, നമ്പരൊക്കെ ഉണ്ടല്ലോ കഴപ്പിന്. ഇതന്നെ സെന്റർ ഫ്രഷിന്റെ പരസ്യം. വിളിച്ച് നല്ല തെറി പറഞ്ഞാലോ? എന്ത് പറയുന്നു നിങ്ങള്? പറയുണ്ടാക്കണവൻ പണ്ട് ബസ് ഓടിച്ച് ഓർമ്മ വന്നു. കേട്ട എത്തുമ്പോ ഇതുപോലെ സത്യം. നമുക്ക് കൊച്ചുവിനെ വിളിക്കാൻ സമയമായെന്ന് തോന്നുന്നു. പിന്നെ കരിമാടിക്കുട്ടന്റെ രാജംബീതയോ? ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോയത്. കാലത്തും വൈകുന്നേരം പ്രാർത്ഥിക്കുക. വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ തേൻ ഒരു തുള്ളി കഴിക്കുക. ഇത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. യേശുവിൻ്റെ അനുഗ്രഹം പ്രകാരം 7 കല്ലിൽ 6 കല്ലും മരുന്ന്. ഇതാണ് മരുന്ന്. വാവ്. കാലത്തും വൈകിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഭക്ഷണത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ചാലിച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കക്കൂസിലൊക്കെ പോയിട്ട് വന്ന് പ്രാർത്ഥിക്കുക. എന്താ പവറെന്ന് ആലോചിക്കണേ. ഒരു തുള്ളി കഴിക്കുക. ഇത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. നിങ്ങളുടെ കൂടപ്പുറപ്പിനോ കൂട്ടുകാർക്കോ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയും ദൈവം രക്ഷിച്ചു, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇനിയിപ്പോൾ അവൻ ചത്തു പോയി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയോ ദൈവം ഊമ്പിച്ചു? എന്താ അങ്ങനെ പറയാത്ത? ആ പഠിച്ചോളി, ദൈവത്തിന് കൊടുക്കണം. യേശുവിൻ്റെ അനുഗ്രഹം പ്രകാരം 7 കല്ലിൽ 6 കല്ലും സ്കാനിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. നമ്മുടെ വീട്ടിലൊക്കെ മാതാവിന്റെ രൂപമുണ്ട്, പക്ഷെ ആ മാതാവിന് അത്രയും പവറില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിഞ്ഞൊന്നും പോയിട്ടില്ല. മാതാവിന്റെ യഥാർത്ഥ പവർ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വന്നു. മറ്റിടത്ത് മാതാവ് ഇങ്ങനെ ഉറങ്ങിയിരിക്കുക, ഇവിടെ ആണെങ്കിൽ മാതാവ് ഉണർന്നിരിക്കും. ഓഫ് കിഡു. ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഈ 13 mm വലിപ്പമുള്ള കല്ല് യൂറിൻ കൂടെ പുറത്തു പോയി. മാസമായിട്ടുണ്ട് ചേട്ടാ. ആ കല്ലാണ് ഇതേ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചത്. ബിഫോർ വി മൂവ് ഓൺ, ഐ വാണ്ട് ടു ഷെയർ സംതിങ് റിയലി കൂൾ വിത്ത് യു. നിങ്ങൾ ട്രേഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കിഡിലും പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താം. പോക്കറ്റ് ബ്രോക്കർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ശരി, നിങ്ങളൊരു പ്രോ ആണെങ്കിലും ശരി, ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തണം. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ $100 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു $100 ഉണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് വേണമെങ്കിൽ ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ഏതൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലുള്ള ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട് നല്ലപോലെ സ്പോട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽസ്റ്റിക് കാണിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ട്രെൻഡ് അപ്പിലേക്ക് പോകുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചെറിയ ക്യാൻഡിൽസ്റ്റിക് ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ട്രേഡിൽ വരുത്താൻ സാധിക്കും. ആൻഡ് ഇഫ് യു ആർ റെഡി ടു സ്റ്റാർട്ട് ട്രേഡിംഗ്, ഗെറ്റിംഗ് സെറ്റപ്പ് ഈസ് എ ബ്രീസ്. അതുപോലെ തന്നെ പോക്കറ്റ് ബ്രോക്കറിന്റെ രജിസ്റ്ററിംഗ് ടിപ്സ് ഒക്കെ സൂപ്പർ ക്വിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ വെച്ചോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ ഫേസ്ബുക്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ഒരു ബോണസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് വിച്ച് ഇസ് എ ഗ്രേറ്റ് വേ ടു ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ലിറ്റിൽ എക്സ്ട്രാ ബൂസ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോൾസ് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇ വാലറ്റ് യൂസ് ചെയ്യാം, എന്തിനേറെ പറയുന്നു ക്രിപ്റ്റോ കറൻസി ആയിട്ട് വരെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫണ്ടൊക്കെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ആൻഡ് 0% കമ്മീഷനാണ്. 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. 92% ഈൽഡ് വരുന്ന 130 അസറ്റ്സ് വരെ ഉണ്ട്, ഇൻക്ലൂഡിംഗ് കറൻസി പേഴ്സ്, സ്റ്റോക്സ്, ഇൻഡസൈസ് ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. യൂസ് മൈ പ്രൊമോ കോഡ് ഫോർ എക്സ്ട്രാ ബോണസ്. ആഹാ, സെപ്റ്റ് ടാങ്ക് വീണാ കിട്ടോ ഇത്ര സുഖം? എന്നോടാ പടക്കത്തെ ചവിട്ടിയാ? ഇതിലും സെപ്റ്റ് ടാങ്ക് വീഴുന്നതാണെന്ന് ഞാൻ പറയത്തില്ല.
ഇത് തന്നെ സെപ്റ്റ് ടാങ്കിനേക്കാൾ കഷ്ടമാണ്. നിങ്ങൾ നിസ്സാരമായിട്ടൊന്ന് ചിന്തിക്കുക. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയാൽ പോലും മൂത്രം ഒഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. ഇത്രയും മെനക്കെട്ട വെള്ളത്തിൽ ഇത്രയും ആൾക്കാരിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അവരുടെ മേത്തുള്ള അഴുക്ക്, മൂത്രം, വിസർജനം, ഛർദി, പിന്നെ കുറേ ചവറ്, വേസ്റ്റ്, പായസം, അങ്ങനെ കുറേ എന്തൊരു ഹൈന്ദവ സംസ്കാരം തുളുമ്പി നിൽക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, കുഴപ്പമില്ല. ആരോടും പറയണ്ട. അതിലും വലിയ വേദന സഹിക്കുന്ന ആളല്ല അപ്പുറത്തിരിക്കുന്നു. കുറച്ചൊക്കെ സഹിക്കി. കൊച്ചിന്റെ കിളിയും കിളിക്കൂടും പോയി. കർത്താവ് കുഞ്ഞ് അങ്ങോട്ട് അനുഗ്രഹിച്ചു കൊച്ചിനെ. ഇവിടെ പേര് പറഞ്ഞ ജസ്റ്റിന് വേണ്ടി വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി. കർത്താവേ, ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല. ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല. കള്ള പാസ്റ്റർ കഴിവറ മോനെ. കർത്താവേ, ആ മൈതൻ എന്താ അവരാതാടാ പറഞ്ഞത്? മൈരന് വേണ്ടി പ്രാർത്ഥിക്കാനോ? ഇപ്പൊ കുറെ നാൾ ഇറങ്ങി വരും. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്രെഡിറ്റ് കാർഡ് ഇല്ലേ? ഓ ഞാനത് ഇതിട്ട് അയച്ചില്ലല്ലേ? ഓ ഞാൻ അയക്കട്ടെ. ഒരു അരമണിക്കൂറിനുള്ളിൽ അയക്കാം. ശരി. ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല. ഇത് കാണുമ്പോൾ ചിലവന്മാർ കമന്റ് ബോക്സ് വന്ന് കരയും, എടാ പുള്ളി ഇതാണ് ഉദ്ദേശിച്ചത്, നീ കേട്ടതിന്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെയാണല്ലോ പള്ളിയിൽ നടക്കുന്നത്. കഴിച്ച് പോടാണോ. മറ്റാരെക്കെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കുമെങ്കിൽ ഈ പറയുമാര് വന്ന് കയറിയേക്കും. ഞാനുള്ള കാര്യം പറയാം. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചുകൊണ്ട് പറയുവാണ്, ഇതുപോലൊരു വർഗം തിരിഞ്ഞു നോക്കാത്തത് വേറെയില്ല. എൻ്റെ വളരെ ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രം, കുടുംബത്തിലുള്ളവരും അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുവാണ്, ലൈക്ക് ആരും അങ്ങനെ, എല്ലാവരും സെൽഫിഷാണ്. ക്രിസ്ത്യാനികൾ പൊതുവേ സെൽഫിഷാണ്. ഇപ്പം എല്ലാ മതക്കാരും കുറച്ച് സെൽഫിഷ് ആവുന്നുണ്ട്. ഗതികേട് കൊണ്ടാട്ടോ. പൈസ ഇല്ലാത്ത കാരണം എല്ലാവരും സെൽഫിഷ് ആവില്ല. അതുപോലെ തന്നെ പങ്കായ കൊച്ചുനെ വിളിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചും ചമ്മിപ്പോണ തെറിയൊക്കെയാ പറയുന്നത്. സായിപ്പോപ്പി ഇല്ലാണ്ടായി പോയത് കേട്ട് കഴിഞ്ഞാൽ. എന്താ അതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന ഭക്തിയുടെ പേരിൽ. പത്തി പഠിക്കുന്ന പെണ്ണിനെ കാണുക കെട്ടിപ്പിടിച്ചൊന്ന് പണ്ണാന്ന് തോന്നുന്നതാണ് പാടുന്നത് ഈ പാലുണ്ണി പണ്ണികൾ. കഴിഞ്ഞ വീഡിയോ എടുത്ത കമന്റ് ചെയ്തേക്കുന്നത് ഭരണിപ്പാട്ടെന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരമല്ലെന്ന്. പിന്നെ ക്രിസ്തീയ സംസ്കാരമായിരിക്കും. അല്ലടാ കവട്ടക്കാവടി ചേച്ചി പാടാ. ഇപ്പൊ ചിലവന്മാര് പറയും ഞാനും തെറി തന്നെയല്ലേ പറയുന്നത്. തെറി പറയുന്നത് തെറ്റല്ലേ ചേച്ചി? ഞാൻ പറയുന്ന തെറികളാണോ ഇവന്മാര് പറഞ്ഞു കൊടുക്കുന്നത്? എപ്പോഴും ഗാന്ധിജിനെ പോലെ പെരുമാറാണെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഗാന്ധിജി ഒരാളെ വിചാരിച്ച് മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. വേറെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. ഈ കവട്ടവാണങ്ങൾ കാരണം ഈ നാട് മുടിയും കേട്ടോ. ബോൾ സെറ്റ് ഗോൺ. കഴപ്പേ വിശ്വാസമാണ്, ഞങ്ങളുടെ സംസ്കാരമാണ് ഭാരതത്തിന്റെ. അയ്യോ ഇതൊന്നും പറയുമ്പോൾ മറ്റുള്ളവരൊന്നും കുലുങ്ങി ചിരിക്കല്ലേ. എല്ലാവർക്കും തരും ഞാൻ. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ മുസ്ലിംസിന് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജാക്കി വെക്കുന്ന സ്ഥലവും #മോസ്ക് മീറ്റു എന്ന് സെർച്ച് ചെയ്ത് നോക്കി ഞാൻ ഗൂഗിളിൽ നോക്കി ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഇതൊരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. വെറുതെ അല്ല ശബരിമലയിൽ പെണ്ണ് കയറണ്ടെന്ന് പറയുന്നത്. ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ മൂർധന്യ അവസ്ഥ കാണുന്നില്ലേ നിങ്ങള്? നിങ്ങൾക്ക് എത്ര നാൾ കൂടി സമയം വേണം ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ മതത്തിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കാനായിട്ട്? ഗുരുവായൂർ അമ്പലത്തിൽ ഇതാ ഒരു ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവോ? ഈ സഹോദരന് ചില സംശയങ്ങളുണ്ട്, ഇത് ഞാനാണല്ലോ. നമുക്കതങ്ങ് തീർത്തു കൊടുത്തേക്കാം. അതാണ് അതിന്റെ ഒരു ഇത്. തുടങ്ങട്ടെ അങ്ങോട്ട്. തത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ കുത്തക വല്ലതാണ്. നിങ്ങൾക്ക് മാത്രം ഇടാൻ പറ്റുന്നല്ല, എനിക്ക് വേണമെങ്കിൽ ഇടാം. ഞാനിട്ട് കാണിക്കാം. ഒരു മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഒരാൾ മുസ്ലിംസിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവരെയൊക്കെ സൈത്താനായിട്ട് കാണുകയും അവരെയൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തി, അല്ല, അവരിൽ നിന്ന് ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഞങ്ങളെയൊക്കെ സൈത്താനിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ താത്ത ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രാർത്ഥന എല്ലിയിട്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പക്ഷേ താത്ത എന്ത് ചെയ്യാനാ? താത്ത ലിപ്സ്റ്റിക്ക് വിട്ട് കണ്ണടയും വെച്ച് ക്യാമറ വേണ്ടി വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പുട്ടിയിട്ട് ചുണ്ടിൽ പൂശിയാൽ വേശിയാണ്. ഞാനല്ല എന്നോട് ദേഷ്യം പിടിക്കണ്ട, മുത്തുനബിയാ പറഞ്ഞു. എന്തിനാ അള്ള തന്ന ചുണ്ടില് ചായം വെച്ച് എന്തിനാ? ഒന്നുകൂടെ മോടി ചെയ്യാനാ. എന്തിനാ മോടിയാക്കിയത്? എന്തിനാ ചോപ്പിച്ചത്? നല്ല ചുവന്ന ചുണ്ടാൻ. ആര് കാണാൻ? നാട്ടുകാർ കാണാൻ. വേശിയാണ്. അങ്ങനെ ഒരുത്തൻ വളരെ താത്ത മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ പല പ്രാന്തന്മാർ അങ്ങനെ പലതും പറയും. ഓക്കെ, തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല. താത്ത മൈൻഡ് ചെയ്യണ്ട. കാരണം ഇവരില്ലാത്തവരങ്ങനെ പലതും പറയും. നമ്മൾ നമ്മുടെ വിശ്വാസത്തിനും ദീനിനനുസരിച്ചും വേണം ജീവിക്കാൻ, കേട്ടോ. അപ്പോൾ താത്തക്കുട്ടി പ്രാർത്ഥനയും ചെല്ലാണ്ട് എൻ്റെ വീഡിയോ ഇരുന്ന് മുഴുവനും കണ്ടിട്ട് താത്തക്കുട്ടി റിയാക്ട് ചെയ്തു, സ്വാഭാവികം. അപ്പോൾ താത്തക്കുട്ടി ഭയങ്കര മാസമായിട്ട് പറയുന്ന മണ്ടത്തരങ്ങൾ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അയ്യോ, അങ്ങനെ ആർക്കും ധരിക്കാൻ പറ്റിയതല്ല ഹിജാബ്. ഹിജാബ് സ്ത്രീകൾക്ക് ധരിക്കാനുള്ളതാണ്. സ്ത്രീകൾക്ക് ധരിക്കാനുള്ളതാണ്. അപ്പൊ നേരത്തെ വീഡിയോയിൽ സ്ത്രീ ധരിച്ചതിനാണല്ലോ താത്തയ്ക്ക് കുരുപൊട്ടിയത്. എനിക്കത് കണ്ടപ്പോഴേ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയാണ് തോന്നിയത്. താത്തയ്ക്ക് ഹിജാബ് കണ്ട് കുരുപൊട്ടി, എന്നിട്ടാണ് താത്ത ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. എന്നിട്ട് കമന്റ് ബോക്സിൽ ഒരുത്തം കമന്റ് ചെയ്തേക്കുവാണേ, എനിക്ക് ഹിജാബ് കാണുമ്പോൾ ഉള്ള കുരുപൊട്ടിലാണ്. എല്ലാവരുടെയും കമന്റ് വന്നല്ലോ താത്തയുടെ വീഡിയോയുടെ അടിയിൽ. താത്തയ്ക്കുള്ളത് നമ്മൾ കൊടുക്കും മക്കളെ. എന്തിനാ മാഡം ആ മണ്ണന്റെ അണ്ണാക്കിലേക്ക്? അറിവില്ലായ്മ കൊണ്ടല്ലേ? ഹിജാബ് കാണുമ്പോഴുള്ള കുരുപൊട്ടലാണ് അവന്റെ പ്രശ്നം. അതങ്ങ് തീർന്നു. ഉഫ്, മാസമായിട്ടുണ്ട്. അതിന് പുള്ളിക്കാരി ചിരിച്ചോണ്ട് കമന്റ് ഇട്ടേക്കുന്നു. ഇവർക്ക് ശരിക്കും മാനസിക രോഗമാണ്. കാരണം ശരിക്കും ഹിജാബ് കണ്ട് കുരുപൊട്ടിയത് ഇവർക്കാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇവർക്കാണ് ശരിക്കും കുരുപൊട്ടിയത്. എന്നിട്ടാണ് ഇവരത് റിയാക്ട് ചെയ്തിട്ട് അതിനെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ശരിക്കും ആർക്കാണ് കുരുപൊട്ടിയതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. താത്ത തന്നെ പറയുന്നു സ്ത്രീകൾക്ക് ധരിക്കാനുള്ളതാണ് ഹിജാബ് എന്ന്. താത്തയ്ക്ക് എന്തിന്റെ ചൊറിച്ചില്? ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രഹസനം എന്ന് വേണേ പറയാം. രണ്ടാമത്തെ കാര്യം, ഡിക്ക് ഹിന്ദുവിനായിരുന്നു കല്യാണം കഴിച്ചത്. 5 നേരം നിസ്കരിച്ചുകൊണ്ടായില്ല. മമ്മൂട്ടി സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പഠിക്കണം. പണം വരും, നാളെ പോകും. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന് താത്തയ്ക്ക് കുരുപൊട്ടി പോരെ. ദുൽഖർ സൽമാന്റെ ഭാര്യ ഇഷ്ടമുള്ള നിറത്തിലൊരു വസ്ത്രം ഇട്ടതിന് നേരിടേണ്ടി വന്ന കമന്റുകളാണ് ഈ കാണുന്നത്. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ച് ദുൽഖർ സൽമാനും ഭാര്യയും ശരിക്കും പറഞ്ഞാൽ അമുസ്ലിമാണ്. കാരണം കറക്റ്റായിട്ടൊന്നുമല്ല ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെയല്ലേ ശരിക്കും? അതല്ല അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ മുസ്ലിം മതത്തിലുള്ള ആൾക്കാർ അമുസ്ലിം ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് ഈ കമന്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനായി 2025 ഇമാതിരി മതം പറഞ്ഞ് കൊണച്ചോണ്ടിരിക്കുന്നത്? മതം നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം. പക്ഷെ അതിങ്ങനെ വിഷം പോലെ പുറത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അതിനുള്ള ഊക്ക് നല്ലതുപോലെ കിട്ടും. അപ്പോൾ താത്ത സാധാരണ ചെയ്യുന്നവരെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ മതി. വഴിയേ പോകുന്ന വയ്യാവിലൊക്കെ ഇതുവരെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഊക്ക് കിട്ടും, കേട്ടല്ലോ. ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും കൂടി ചെയ്യണം. അത് വീട് താത്തയ്ക്കുള്ളത് ഇനിയും താത്ത പോകരുത്. താത്തക്ക് ഇനിയും തരുന്നുണ്ട്. താത്ത കുറെ ഊളത്തരങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനും തരാം. പുരുഷന്മാർക്ക് ധരിക്കാനുള്ളതല്ല. പിന്നെ താങ്കൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഞാൻ എന്ത് ധരിക്കണമെന്നും ഞാൻ എന്ത് ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അത് നിങ്ങളല്ല, കേട്ടോ. ഞാൻ എന്തും ധരിക്കും. ഞാൻ ചിലപ്പോൾ ഈ മുറി കൂടി പർദ്ദയിട്ട് ഓടും, അത് എൻ്റെ ഇഷ്ടമാണ്. അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുള്ളത് കിട്ടിയില്ലേ? അടുത്തത് തരാം. ഒരു മുസ്ലിം നാമധായി ആയതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കൽ ഹലാലാണ്. എപ്പോൾ അന്യപുരുഷന്മാർ കാണില്ല, ഭർത്താവ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ മാത്രം. പക്ഷേ ഹിജാബ് ഈസ് നോട്ട് എ പീസ് ഓഫ് ക്ലോത്ത്. ഇറ്റ്സ് എ മോഡസ്റ്റി, ഐഡന്റിറ്റി, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ടു അല്ലാഹ്. മോഡസ്റ്റി, ഐഡന്റിറ്റി, ഫെയ്ത്ത്. അതായത് ഈ പറയുന്ന തട്ടമിടാണ്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് മുസ്ലിംസിൽ, അല്ലേ? ഈ പറയുന്ന പോലീസിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ വനിതകളുണ്ട്, അല്ലേ? വനിതാ മുസ്ലിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഐഡൻറ്റിറ്റി ഇല്ലെന്നാണ് താത്ത പറയുന്നത്. അവർക്കൊന്നും ഫെയ്ത്തും ഇല്ല, അവർക്കൊന്നും ഒബീഡിയൻസ് ഇല്ല. ഇങ്ങനെയൊക്കെയാണ് താത്ത ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഹിജാബ് എന്താണെന്ന് ലിപ്സ്റ്റിക്കും ഉപയോഗിക്കാൻ പാടില്ല. എടാ, ഇതിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഇട്ടേക്കുന്നേ. മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. കറക്റ്റായിട്ട് ദീൻ ഫോളോ ചെയ്യുന്ന താത്തയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. Musical instruments also haram, Tata. Or listening to musical instrument
is not permitted. അതൊക്കെ ആഡ് ചെയ്തിട്ടാണോ ഞാനൊക്കെ ദീൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്? Faith and obedience to Allah. അപ്പൊ താത്തയ്ക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ അറിയാം. കുറച്ച് മതം അവിടെ ഇവിടെ കിടക്കുന്നു, കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇവിടെ കിടക്കുന്നു. മിഡിൽ ട്രാപ്പ് മൈൻഡിൽ കിടക്കുന്ന താത്ത. നിങ്ങൾ എന്ന് പറയുന്നത് എന്നെയാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്റെ മതം? നിന്റെ ശരീരത്തിലേക്കല്ലേ നോട്ടമുള്ളത്? അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഭർത്താക്കന്മാര് വിടുമ്പോൾ, പെൺകുട്ടികളെ ബാപ്പമാര് വിടുമ്പോൾ, ആങ്ങളമാരെ പെങ്ങന്മാരെ വിടുമ്പോൾ, പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടോ അത്യാവശ്യമെങ്കിൽ ഇതെല്ലാം തെറ്റ് തന്നെയാണ്, ഇതെല്ലാം തിന്മ തന്നെയാണ്, ഇതെല്ലാം മോശപ്പെട്ടത് തന്നെയാണ്, ഇതെല്ലാം വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരാളുടെ മതത്തെയോ അവരുടെ വിശ്വാസങ്ങളെയോ കളിയാക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എല്ലാവരെയും ഈക്വലായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അതെൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഈ മണ്ടത്തരങ്ങൾ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കണേ. അതായത് കണ്ട ഊളത്ത് ഇവന്മാരെപ്പോലുള്ള ചവറ് വാണങ്ങളെയാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ആ കൂട്ടത്തിലേക്കാണ് ഇവരും വന്ന് പെട്ടേക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങളുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കുക. ഇവനെപ്പോലെയും ഇവന്മാരെ പോലെയൊക്കെ സ്ത്രീ വിരുദ്ധതയും വിദ്വേഷവും വെറുപ്പും വിഷവും ഒക്കെ തുപ്പുന്നവന്മാരെ റിയാക്ട് ചെയ്യുന്ന ചാനലാണ് എൻ്റെ. അപ്പം അതിനകത്താണ് താത്ത വന്ന് പെട്ടേക്കുന്നത്. ഇവിടെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊരു വേർതിരിവ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. താത്ത ഇവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്ന് പറയുന്നത് തന്നെ വേർതിരിവാണ് എന്നാദ്യം മനസ്സിലാക്കുക. ഉണ്ടാവുകയില്ല. ഒരുപാട് അങ്ങോട്ട് കൊണക്കല്ലേ. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഹിന്ദുസിലുണ്ട്, മുസ്ലിംസിലുണ്ട്, എല്ലാവരും എനിക്ക് ഒരേപോലെ. അത് തന്നെ വേർതിരിവാണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? നിങ്ങൾക്കല്ല മാനസിക രോഗമാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് കാണുക. നിങ്ങൾ തന്നെ ഓരോ ആൾക്കാരും വേർതിരിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് വേർതിരിവൊന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മനുഷ്യൻ്റെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങളാണിപ്പോൾ വേർതിരിവ് പറഞ്ഞത്. എന്നിട്ട് ഇവരുടെ കമന്റ് ബോക്സിൽ ഇതുകൊണ്ട് കൈയടിക്കാൻ കുറെ മൊണ്ണകളും. അതങ്ങനെ ഇവരുടെ കമന്റ് ബോക്സ് മൊത്തം ഈ മണ്ടന്മാർ തന്നെയാണ്. എല്ലാവരും എനിക്ക് ഒരേപോലെ മാത്രമേ ഉള്ളൂ. അതെ, ഞങ്ങൾക്കൊക്കെ ഉള്ള പിന്നെ മണ്ടന്മാരും ബുദ്ധന്മാരൊക്കെയാണ്. എന്റെ മക്കൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി ജനിച്ചു, നല്ല കുട്ടികളായിട്ട് ജീവിക്കുന്നു. നിങ്ങളോടൊപ്പം ജനിച്ച ഒരു അശോകൻ ഉണ്ടാകും നിങ്ങളുടെ അപ്പുറത്ത്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവൻ. നിങ്ങളെ പോലെ മാതാപിതാക്കളെ സ്നേഹിച്ച് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവൻ അമ്പലത്തിൽ പോയി നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ജീവിക്കുന്നവൻ. നിങ്ങളുടെ പേര് മുഹമ്മദ്, അവന്റെ പേര് അശോകൻ. നിങ്ങളും നല്ലത് ചെയ്യുന്നു, അവനും നല്ലത് ചെയ്യുന്നു. നിങ്ങൾ വിവാഹം ചെയ്ത് കുട്ടികളൊക്കെയായി ജീവിക്കുന്നു, അവനും വിവാഹം ചെയ്ത് കുട്ടികളൊക്കെയായി ജീവിക്കുന്നു. നിങ്ങളുടെ പ്രായമാകുമ്പോൾ നിങ്ങളങ്ങ് മരിച്ചു പോകുന്നു, അവനും മരിച്ചു പോകുന്നു. എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിലും അവൻ നരകത്തിലും ആണെങ്കിൽ എന്ത് നീതിയാണ്? അങ്ങനെ തീരുമാനിക്കുന്ന ദൈവം എങ്ങനെയാണ് നീതിമാനാവുക? നിങ്ങളെ പോലെ ജനിച്ചവൻ നിങ്ങൾ മുസ്ലിമായിട്ട് ജനിക്കണം എന്ന് എഴുതി കൊടുത്തിട്ടൊന്നും വന്നതല്ലോ. അവനും ഹിന്ദുവായിട്ട് ജനിച്ചത് അവൻ എഴുതി കൊടുത്തിട്ടല്ലോ. പടച്ചവന്റെ തീരുമാനമല്ലേ? എന്നിട്ട് അവൻ അങ്ങനെ ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന അതേ നന്മകളൊക്കെ ചെയ്തിട്ട് അവൻ നരകത്തിലും നിങ്ങൾ സ്വർഗത്തിലും പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതി എവിടെ? അപ്പൊ ഇതാരൊക്കെയോ നമ്മളെ പറ്റിക്കുന്നുണ്ട്, ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യുവമാർ ഇതിനൊരു കുറുക്കോഴി കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് ഈ ഉസ്താദ് പണ്ഡിതന്മാരോ കൊണാപ്പന്മാരുണ്ടല്ലോ, യുവമാരാണ് ഇതിനൊക്കെ ബെസ്റ്റ്. എന്നിട്ട് ഇവർ ഉത്തരം കണ്ടുപിടിക്കും. അതാണ് കോമഡി. കുഞ്ഞാടുകളെ, നിങ്ങൾ ടെലിവിഷൻ കാണരുത്. ചെകുത്താന്റെ പെട്ടിയാണ് ടി വി കണ്ടാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. വിശ്വാസികളെ, കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി ഷാലോ TV മുടങ്ങാതെ കാണുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലാൽ ഹറാം, ഹലാൽ ഹറാം, ഹലാൽ ഹറാം, ഹലാൽ ഹറാം. ഇപ്പോഴത്തെ കാലത്ത് ഈ മതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചറവറ ഊക്കായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. താങ്കളായിട്ട് ഇനി അത് വേർതിരിക്കാൻ ശ്രമിക്കേണ്ട സഹോദര. പച്ചക്കിരുന്ന് വേർതിരിവ് പറഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് വേർതിരിവൊന്നുമില്ല, ഞാനിനി അങ്ങനെ കാണത്തുമില്ലെന്ന്. എന്തോന്നടേ ഇത്? പിന്നെ ഒരു കാര്യം കൂടി ലാസ്റ്റ് പറഞ്ഞിരുന്നല്ലോ, എന്താക്കിയിരുന്നു? എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് അറിഞ്ഞ് യൂസ് ചെയ്യാനല്ലേ? അങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സില്ല. ലിപ്സ്റ്റിക്കും ഉപയോഗിക്കാൻ പാടില്ല. 3 ലക്ഷം പേര് നിങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വലിയ സംഭവമാണ്. അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട ശേഷം ഈ ലൈക്കും ഷെയറും വ്യൂസ് ഒന്നും കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ബിഗ് ബോസിലെ ജാസ്മിന്റെയും താത്തയുടെയും മൈൻഡ് സെറ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ. യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് ഏതാണ്? ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. മുസ്ലിംസിന് നെയിൽ പോളിഷ് ഇടുന്നത് ഹറാമാണ്. സോ നെയിൽ പോളിഷ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് ഏതാണ്? ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. മുസ്ലിംസിന് നെയിൽ പോളിഷ് ഇടുന്നത് ഹറാമാണ്. സോ നെയിൽ പോളിഷ്. എങ്ങനെ മുസ്ലിം വിശ്വാസിയാണേ? എന്നാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? അതുമല്ലോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ചുമ്മാ ഈ മിഡിൽ ട്രാക്ക് മൈൻഡ് സെറ്റിൽ കിടക്കുക. ബോധവും വിവരവും ആയതിനു ശേഷം ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ മതത്തിന്റെ അംശം ബാക്കിയിരിക്കുക. ഇവിടെ കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഒരുമിച്ച് പോകത്തില്ല. മതത്തിൽ വിശ്വസിച്ചാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല താത്തേ. ജാസ്മിനുള്ളത് പിന്നെ തരാം. അമ്പലത്തിനുള്ളിൽ കയറുമ്പോ തട്ടം ഉണ്ടാകും, പുറത്തിറങ്ങുമ്പോ
അതുണ്ടാവില്ല. താത്തേനെ ഞാനൊരു താത്തേനെ കാണിച്ചു തരാം. ഇതാണ് ഹൻസിക താത്ത. കൃഷ്ണൻ ഹാജിയാറുടെ മോള് ഹൻസിക താത്തനെ അറിയത്തില്ലേ? ഇത് ഞാനിട്ട പോസ്റ്റല്ല. നിക്കാ ഇന്ത്യയുടെ എന്നും പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ്, കല്യാണ, അതായത് കേരള മാട്രിമോണി, ഷാവറ മാട്രിമോണി എന്ന് പറയുന്ന പോലെ മുസ്ലിം മാട്രിമോണിയുടെ ഒരു പേജിട്ട പോസ്റ്റാണ്. കേരളത്തിലുള്ളവർക്ക് ഇത് ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊരു മുസ്ലിം അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് അല്ലേ? അല്ലാണ്ട് നിങ്ങൾ ഗണിച്ചൊന്നും കണ്ടുപിടിക്കാൻ പോകണല്ലോ. കണ്ട പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് ആരാണെന്ന് പോലും അറിയാണ്ട് മുസ്ലിം നിക്കാഹിന്റെ പേജിൽ കൊണ്ട് ഇട്ടേക്കുന്നു കല്യാണമെന്നും പറഞ്ഞു. ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരാണോ നിങ്ങൾ? അതോ പേജിന് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണോ? ഇത്രയും തരംതാണ രീതിയിലൊക്കെയാണല്ലോ നീയൊക്കെ റീച്ച് ഉണ്ടാക്കുന്നത്. ഹൻസിക അബ്ദുള്ള കൃഷ്ണ, എൻ്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഹൻസുബെ. അതിന് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. പേജിന്റെ അഡ്മിൻ ഒരു ആണല്ലോ. ഹിജാബ് ഈസ് നോട്ട് എ പീസ് ഓഫ് ക്ലോത്ത്. താത്തയ്ക്ക് ഒരു സാമ്പിൾ വീഡിയോ കൂടി കാണിച്ചു കൊടുക്കാം. അങ്ങനെയല്ല, ഇത് അങ്ങനെ ആരും മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അപ്പൊ അത് ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ്, ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാനത്. അത്രേ ഉള്ളൂ. അപ്പോൾ താത്തയ്ക്കുള്ള മറുപടി കിട്ടിക്കാണും. താത്തയുടെ ഈ പ്രൊഫൈലും വീഡിയോയും റിയാക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് താത്തയുടെ സൈക്കോളജി മനസ്സിലായി. അതായത് മറ്റേ മിഡിൽ ട്രാപ്പ് മൈൻഡിൽ കിടക്കുവാണ് താത്ത. ചെറുപ്പത്തിൽ വളർന്നു വന്ന ഒരു മതത്തിന്റെ ഇഞ്ചക്ഷൻ അവിടെ കിടപ്പുണ്ട്, അതിന്റെ ഒരു ചെറിയൊരു അംശം അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ തന്നെ പുള്ളിക്കാരി യുക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഭർത്താവ് കള്ളു കുടിച്ചാൽ അത് സഹിക്കാം, അടിച്ചാൽ അതും സഹിക്കാം. അതാണ് പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുസ്ലിം നാമധായി ആയതുകൊണ്ട് മാത്രം അവർ മുസ്ലിം ആകണമെന്നില്ല. താത്ത സ്വയം വിചാരിക്കുന്ന താത്ത കറക്റ്റായിട്ട് ദീനൊക്കെ ഫോളോ ചെയ്യുവാണെന്നാണ് താത്ത വിചാരിക്കുന്നത്. പക്ഷെ ചിലവരുടെ കണ്ണിൽ താത്ത അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് പാലിക്കാൻ. ഞാൻ ഇച്ചിരി മയത്തിലെങ്കിലും റിയാക്ട് ചെയ്യുന്നത്, ശരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളൊരു പാവം സ്ത്രീയാണ്. എവിടെയൊക്കെ കുറച്ച് മതവും കിടപ്പുണ്ട്, കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഒന്ന് കുരു പൊട്ടി, അതുകൊണ്ട് നിങ്ങൾ കയറി അങ്ങോട്ട് റിയാക്ട് ചെയ്ത് ഊക്കും മേടിച്ച് കയറി കമന്റ് ബോക്സ് വരെ ഓഫ് ആക്കിയിട്ട് താത്ത മെഴുകുവാണ്. ഇനിയും താത്തയ്ക്ക് മതിയായില്ല എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വലിച്ചു കയറാനുള്ള കണ്ടന്റ് എന്തെങ്കിലും ഉണ്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. താത്തയുടെ നിലവാരം ഒന്ന് ആദ്യം മനസ്സിലാക്കാൻ. താങ്കളായിട്ട് ഇനി അത് വേർതിരിക്കാൻ ശ്രമിക്കേണ്ട സഹോദര. ഞാൻ ഒരുത്തിയുടെ വീഡിയോ കാണിച്ചു തരാം. നിങ്ങളോട് എണീറ്റ് പോവാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാള് വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടാണ് നിങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞത്. ഞങ്ങൾ എണീറ്റ് പോടാന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഇവിടുത്തെ ഈ മണ്ണ് നമുക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ എണീറ്റ് പോടാന്നൊന്നും ഇവിടെ ആരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയാണ്. ഓക്കെ, അതായത് മതവിശ്വാസമുള്ള ആർട്ടിക്കിൾ 25 എടുത്ത് വായിക്കൂ. അതുപോലെ ആർട്ടിക്കിൾ 19 ഫ്രീ സ്പീച്ച്. ആർട്ടിക്കിൾ 19 എന്താ ഫ്രീ സ്പീച്ച് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഇല്ലേ? അത് പറഞ്ഞൂടെ? വിശ്വാസികൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മൾ പറയും, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ എണീച്ചു പോകാൻ പറയരുത്. അപ്പൊ അത് പറഞ്ഞ ആളുകളുണ്ട്, നിങ്ങൾ അതിനെ അനുകൂലിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏത് തന്നെയായാലും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യത ഇല്ല എന്നാണ് പറയുന്നത് ഇസ്ലാം മത വിശ്വാസം പറയുന്നത്. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലേ? സ്ത്രീ പുരുഷ തുല്യത ഉണ്ട്. ഇല്ല. സ്ത്രീയുടെ സ്വത്തവകാശം പുരുഷന്റെ പകുതിയാണ്. നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? എനിക്ക് അത്ര വിദ്യാഭ്യാസമല്ല, ഞാൻ 10ൽ എത്തിയിട്ടോ. അപ്പൊ അത് പഠിപ്പിച്ചവരാണ് നമ്മൾ ചെയ്യുന്നത്. അത് പഠിപ്പിച്ചവരാണ് നമ്മൾ. അത് പഠിച്ചിട്ട് വരും വേണ്ടേ? പകുതിയേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ? ചോദ്യം മനസ്സിലായില്ല. ഒരു സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്റെ സ്വത്തിന്റെ പകുതിയുള്ള അവകാശമേ ഉള്ളൂ സ്ത്രീക്ക് ലഭിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീനെ അത് നിങ്ങൾ ഓക്കെ ആണോ? അത് മതിയോ? അത് ഓക്കെ ആണോ? അതിൽ തുല്യതയുടെ പ്രശ്നം വരുന്നില്ലേ? ഇല്ല. കാരണം ഒരു സ്ത്രീനെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ അവർക്ക് ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? എന്തൊരു നിലവാരമില്ലായ്മ ആലോചിച്ച് നോക്കണം. അവള് പറയുന്ന കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. അതെന്താ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താ പോരെ? എന്തിനാ ഈ സ്വർണം കൊടുക്കുന്നത്? അതായത് എനിക്ക് എന്റെ അപ്പന്റെ ഉണ്ടല്ലോ, ഞാൻ അതിലല്ലേ ജീവിക്കണ്ടേ? അത്ര പോലും വെളിവില്ലാത്തതുങ്ങളാണ്. സ്വർണം കൊടുക്കണ്ടേ? സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഓശാനത്തിൽ ജീവിക്കാൻ പഠിച്ചാണ്. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പേരൻസ് മൊത്തം അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ഞങ്ങളുടെ മതം മൊത്തം അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? എനിക്ക് അത്ര വിദ്യാഭ്യാസമല്ല, ഞാൻ 10ൽ എത്തിയിട്ടോ. അത് പഠിപ്പിച്ചവരാണ് നമ്മൾ ചെയ്യുന്നത്. അത് പഠിപ്പിച്ചവരാണ് നമ്മൾ. അത് പഠിച്ചിട്ട് വരും വേണ്ടേ? ഒരു മിനിമം കോമൺ സെൻസ് ഇട്ടേടി ഞങ്ങൾക്ക്. ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം, ഒന്ന് കാണണേ. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊടിയുന്ന മഴയത്തെ ചോർച്ചയടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവന്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകുന്നുണ്ട്. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും പൊരുതാൻ തുടങ്ങി പരാജിതൻ ഇനി യാതൊരിക്കലും. ഇവിടെ കുറെ വാണങ്ങളുണ്ടല്ലോ. ആൺകുട്ടികൾക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടി ചെയ്ത് കുട്ടിയാണ് കാണുന്നത് അല്ലേ? ഒരു അത്രയും വലിയൊരു വീട് പണിയാനായിട്ട് ഇവിടെ എത്ര പെൺകുട്ടികൾക്ക് സാധിക്കും? എത്ര ആൺകുട്ടികൾക്ക് സാധിക്കും?
സ്വർണം കൊടുക്കും. വീഡിയോ കാണുന്ന നീയൊക്കെ എന്തായിരുന്നു കാണിക്കുന്നത് അവിടെ ഇരുന്ന്? അപ്പൻ്റെ ചിലവിൽ ജീവിക്കാമെന്നോ അല്ലെങ്കിൽ അപ്പൻ്റെ കാലശേഷം അത് നമ്മുടെ പേരിലുള്ളതാണോ, അത് എനിക്ക് അർഹതപ്പെട്ടാണോ? നാണമില്ലേടേ. ഒരു സ്ത്രീനെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ അവർക്ക് ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? നീയൊക്കെ ഒരു പെണ്ണാണ്. ഇതൊക്കെ കണ്ട് പഠിക്കും നീയൊക്കെ. ഇതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. ആ കുട്ടി ഒറ്റയ്ക്ക് പോയി പഠിച്ച് ജോലി മേടിച്ച് ഇത്രയും ചെയ്തെടുത്തില്ലേ, ഒരു വീട് പണിതു. ഇതാണ് ലക്ഷ്യബോധമുള്ള പെൺകുട്ടികളും പേരൻസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത വാണങ്ങൾ ഇവിടെ കിടന്ന് ഒരു സ്ത്രീനെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ അവർക്ക് ആവശ്യമുള്ള സ്വർണം കൊടുക്കണ്ടേ? എങ്ങനെ ഇരിക്കണം? എനിക്ക് അത്ര വിദ്യാഭ്യാസമല്ല, ഞാൻ 10ലെത്തി. തിരിച്ചറിയിലേക്ക് വാടേ പഴുതവളെ. ഞമ്മന്റെ ദൈവം, ഞമ്മന്റെ വിശ്വാസം, ഞമ്മന്റെ മതം, ഞമ്മന്റെ കഥം. താത്തക്കുള്ള മറുപടി തീർന്നിട്ടില്ല. അവസാനം ഒരു വീഡിയോ കൂടി ഉണ്ട്, അതിനൊക്കെ ഒന്ന് മറുപടി തന്നെ. താത്തയുടെ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഹൈലൈറ്റഡ് കമന്റ്. വെയിറ്റ് ആയി ഷോ ചെയ്യും. താത്തയുടെ കമന്റ് താത്ത ഡിലീറ്റ് ചെയ്തോ? ഇവിടെ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴേ പൊതുവേ മുസ്ലിംസിനൊരു വിചാരമുണ്ട്, ഇവൻ ഈ മുസ്ലിംസിനോട് മാത്രം എന്താ വിരോധം? അല്ല, ബാക്കിയുള്ള മതത്തിലുള്ളവർ ഊക്ക് മേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന് ഉള്ളതാണ്, ശരിയാണ്, സത്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമാണ് ഇതിനെ എതിർത്ത് നിന്ന് കൊണ വെച്ചോണ്ടിരിക്കുന്നത്. കിഡ്നി സ്റ്റോൺസ് ആണ്. എനിക്ക് വന്നത് 22 mm ആയിരുന്നു. അമ്മ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ച വേദന മാറും, പ്രാർത്ഥിച്ച കിഡ്നി സ്റ്റോണൊക്കെ അലിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഒരു തേങ്ങ സംഭവിച്ചില്ല. ഈ കീ ഹോൾഡ് ചെയ്ത് ആ കല്ലെടുത്ത് മാറ്റിയപ്പോൾ അത് പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് അലിഞ്ഞൊന്നും പോയിട്ടില്ല. ടൊവീനെ വരെ എടുത്തിട്ട് ഊക്കിയിട്ടും കൃപാസനമാണ് ആൾക്ക് മനസ്സിലാവുന്നില്ല. ഇമാതിരി അറവാണത്തരങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സീൻ കൃപാസനത്തിനെ കളയാക്കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഇത്രയും കൊച്ചാക്കി കാണരുത് കൃപാസനത്തിനെ. കാരണം കാക്കിലൊന്നും അല്ല, ഒരു ഏക്കർ വാഴത്തോട്ടം തന്നെ കിട്ടും ശരിക്കും പറഞ്ഞാൽ. അതാണ് കൃപാസനം പത്രത്തിന്റെ ഒരു പവർ. പറയും എന്റെ അരികിൽ വരും. ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ ഇവരെ കുറ്റം പറയുന്നതും തെറി വിളിക്കുന്നതും മുസ്ലിം നാമധാരികൾ തന്നെ. അല്ല, അവർക്ക് കുഴപ്പമില്ല. ആ ഫോട്ടോയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ കമന്റ് പോസ്റ്റിൽ ചിലവരെന്ന് പറയണതാണേ അതൊക്കെ അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല, ഉള്ളിൽ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീയൊക്കെ ആരുടെ ജോലിസിന്റെ പണ്ഡിതം വല്ലതും ആണോ ഇതൊക്കെ ഗണിച്ച് കണ്ടുപിടിക്കാനായിട്ട്? അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താ കഴിക്കുന്ന? അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ, നിങ്ങൾക്ക് നാണമില്ലേ? താത്ത പറയാൻ എനിക്ക് വേറൊന്നുമില്ല, എല്ലാ മതക്കാരും ഒരുപോലെയാണ്. നീ ഏതെങ്കിലും സ്വന്തം കൊച്ച് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഏതെങ്കിലും മതത്തിലുള്ള ഒരുത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ താത്തയ്ക്ക് കുരു പൊട്ടും. അപ്പോൾ താത്ത ഇങ്ങനെ എഴുന്നേറ്റ് വരും. താത്ത ഇങ്ങനെ ഇരട്ടത്താപ്പ് അടിക്കല്ലേ താത്ത. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഭാവി ഒന്ന് ആലോചിച്ച് കൂട്ടം കേട്ടോ. നമ്മുടെ കയ്യിലല്ല ഭാവി ഇരിക്കുന്നത്, വടച്ചൻ തരും ഇതിനുള്ള മറുപടി. സ്ത്രീകളുടെയൊക്കെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ ഇതിനെയൊക്കെ അടിച്ച് ഭിത്തിക്കണം. കൊച്ചു കമോൺ. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ. fucking country bro, ഈ shit അവർ മുല്ലപ്പെരിയാർ കടയിൽ ഇരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത്. അതെല്ലാം ഇതായിരുന്നു നമ്മൾ അവസാനമായിട്ട് റിയാക്ട് ചെയ്ത് നിർത്തിയല്ലേ. ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി കിടക്കാൻ വയ്യാത്ത അവസ്ഥയായി. മുസ്ലിങ്ങൾക്ക് പോലും അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത്. ഞങ്ങളുടെ പേര് പറഞ്ഞുള്ള ജ്വല്ലറികളാണ് 99 നാമങ്ങൾ ഒരു കടയ്ക്ക് 5 6 പേര് അവരിടുന്നത്. അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത്. കണ്ട് ഇവര് തട്ടിപ്പ് നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കടയെ വിശ്വസിച്ച ഈ തൊപ്പിയും താടിയും മാത്രമാണ്. എടാ തൊപ്പിയും താടിയൊക്കെ ചതിച്ചല്ലാടാ. സ്വന്തം മതത്തിലുള്ളത് തന്നെ ഊക്കുവാണല്ലോ. മറ്റേ താത്ത എവിടെ ഉണ്ടോ? താത്തക്ക് ഇതിൽ നിന്ന് മനസ്സിലായി മതം ഏതായാലും കൊതം നന്നായാൽ മതി അല്ലേ? അല്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മതത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ സംസാരിക്കല്ലേ, ഇങ്ങനെ ഉണ്ടാക്കി കിട്ടും. എന്റെ കർത്താവേ, കടിച്ചു തിന്നടാവനെയൊക്കെ. എന്താ ഇവർക്ക് വയ്യേ? വെറുതെ അല്ല കുണ്ടന്മാരെന്ന് വിളിക്കുന്നത്. അത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. സത്യമല്ലേ പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ മതവും കൊതവും ഒക്കെ? അവരുടെ വഴിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ നിങ്ങൾക്ക്?
ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോടാ? എന്തോ നല്ല തൂറാൻ പഠിപ്പിക്കുന്ന എനിക്കറിയാം, സത്യമായിട്ട് എനിക്കറിയാം. നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത് ഒരുപാട് കാണുന്നുണ്ടല്ലോ ഞാൻ. ഇത്രയും ഗതികേടോ? വേറെ ഒന്നുമില്ല ഇവർക്ക് പഠിപ്പിക്കാൻ. കഷ്ടം തന്നെ. നോർത്തിലെ ഏതോ ഫുണ്ടുകളാട്ടോ. രണ്ടുപേരുണ്ട്. രണ്ടു കുഞ്ഞുമുണ്ട്. ഇതളയാളാണോ? നിഹാൻ. ഈ ഷാളും താത്തനാമോ? ഏത് ചെവിക്കാണ് കഴിവില്ലാത്ത? രണ്ട് ചെവിക്ക് കേൾക്കത്തില്ല. രണ്ട് ചെവിക്കും ഇതെന്ത് പറയും? ഏത് ചെവിക്കാണ് കഴിവില്ലാത്ത? രണ്ട് ചെവിക്ക് കേൾക്കത്തില്ല. നമുക്ക് രണ്ട് ചെവിയും കേൾക്കാൻ പറ്റും, പക്ഷെ ചോദിക്കണൊക്കെ കറക്റ്റായിട്ട് മറുപടി വരുന്നുണ്ട്. ഒന്ന് ഉറക്കെ പറ വച്ചേ. ഏത് ചെവിക്കാണ് കഴിവില്ലാത്ത? ഫക്കിംഗ് കൺട്രി ബ്രോ. ഈ ഷിറ്റ് അവർ മുല്ലപ്പെരിയാർ അപ്പനെ പറ. എടി നീയൊക്കെ ഒരു പെണ്ണാണോടി? രണ്ട് ചെവിക്ക്. കൊച്ചു കമോൺ. കൊച്ചു നല്ലത് കൊടുക്ക്. ഇനി ആർക്കാണ് ഊക്ക് കൊടുക്കേണ്ടത്? അവനെ അതിനകത്തൊരു കുഴികുത്തി മൂടറാ എല്ലാവരും. തീയിൽ നിന്ന് ഏറിലേക്ക്. ഭക്തിയല്ല, കഴപ്പ്. ചേട്ടനോട് ഞാൻ പറഞ്ഞാണ്, എന്റെ വലിയ കുടുംബമാണ്, പാപ്പമാരൊന്നും സമ്മതിക്കില്ല. ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ ഒരു സാറ്റർഡേ എന്ത് ചെയ്തു, ഞാൻ ചേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി എന്റെ വീട്ടിന്റെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ആൾക്കാർ വന്ന് ബസ്സിൽ കയറിയായിരുന്നു. ഞങ്ങള് കുറെ നോക്കണേ, കാരണം ഞാൻ അതിന്റെ ബാക്കി കാണും അല്ലേ? ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തത് എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.